ഹലോ ഫ്രണ്ട്സ്, ജാവാസ്ക്രിപ്റ്റിൽ എങ്ങനെയാണ് ഒരു അനോണിമസ് ഫംഗ്ഷനെ മറ്റൊരു ഫംഗ്ഷൻ്റെ പാരാമീറ്ററായിട്ട് പാസ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ പഠിക്കുന്നത്. നമുക്ക് അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മൾ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ നെയിം ഒന്നും ഇല്ലാതെ നമ്മൾ അസൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് അതിനായിട്ട് ഉപയോഗിക്കാവുന്ന കോൾ ബാക്ക് ഫംഗ്ഷനുകളിലെല്ലാം നമുക്ക് അതുപോലെ ഉപയോഗിക്കാം. ഇപ്പോൾ സെറ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. നമുക്ക് അതിനകത്തായിട്ട് നമുക്കൊരു അനോണിമസ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മതി, എന്നിട്ട് ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇടുക. ഇതിനകത്ത് നമുക്ക് എന്താണോ പ്രിൻ്റ് ചെയ്യേണ്ടത് അത് കൊടുക്കാം. കൺസോൾ ഡോട്ട് ലോഗ് പറയുന്നു വെൽക്കം ടു JS എന്ന് പറയും. അതിനുശേഷം ഇവിടെ എത്ര സമയം കഴിഞ്ഞാൽ അത് പ്രിൻ്റ് ചെയ്യേണ്ടത് എന്ന് കൊടുക്കാം. ഇപ്പോൾ 2 സെക്കൻഡ് ആണെങ്കിൽ നമുക്ക് 2000 എന്ന് കൊടുക്കാം, 3 സെക്കൻഡ് ആണെങ്കിൽ 3000 കൊടുക്കാം. ഇപ്പോൾ ഇത്രയുമേ ഉള്ളൂ. ഇപ്പം നമ്മളിവിടെ എന്താ ചെയ്തിരിക്കുന്നത്, ഇതാണ് അനോണിമസ് ഫംഗ്ഷൻ. അപ്പോൾ ഇതിനെ ഈ മറ്റൊരു ഫംഗ്ഷനായിട്ടുള്ള സെറ്റ് ടൈം ഔട്ടിലോട്ട് പാസ് ചെയ്തിരിക്കുക. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് കാണാം 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വെൽക്കം ടു JS എന്ന് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്.